ഗൈസ്, ഒരു ഫുള്ള് കോഴി ഈ ഒരു ചെറിയ കത്രി വെച്ചിട്ട് എങ്ങനെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാന്ന് കാണിച്ചു തരാം. വയോ ആദ്യമായി നമ്മുടെ കോഴി എവിടെ വെക്കുക, എന്നിട്ട് കവറൊക്കെ കുത്തി പൊളിച്ചങ്ങോട്ട് അവനങ്ങോട്ട് എടുക്കുക. ഈ സെയിം കവർ തന്നെ കേട്ടോ ഞാൻ വേസ്റ്റ് ഇടുന്നത്. ആദ്യം തന്നെ കോഴിന്റെ സ്പൈനാണ് കേട്ടോ നമ്മൾ കട്ടി മാറ്റുന്നത്. അതങ്ങോട്ട് കട്ട് ചെയ്താൽ തന്നെ പകുതി കഴിയും. ഇത് നിങ്ങൾക്ക് വേണം എടുക്കാം, പക്ഷെ ഞാൻ അത് സൂപ്പ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അവിടെ മറിച്ചിടുക. കറക്റ്റ് തൈൻ്റെ അവിടെ ജോയിനിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൽഫാമിന്റെ പോലത്തെ പീസ് കിട്ടി. പുളിയല്ല. ഈ തൊലി പൊളിക്കണമെങ്കിൽ ഇതിന്റെ മേലെ നിന്ന് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വലിച്ചാൽ തന്നെ തൊലി അങ്ങോട്ട് ഈസിയായി വരും. കേട്ടില്ല, ഇവിടെ ആവശ്യമില്ലാത്ത അങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമ്മൾ വിങ്സ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് ഇതേപോലെ ജോയിൻസ് നോക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വിങ്സ് കിട്ടും. വിങ്സിന്റെ രണ്ട് അറ്റം കൂടെ വെട്ടി മാറ്റിയത് വേണേ മാറ്റിയാൽ മതി. ഇനി നമുക്ക് ബ്രസ്റ്റ് പീസ് സെറ്റ് ആക്കാം. ഇതിന്റെ മേലെ നിന്ന് പിടിച്ചു വലിച്ചാൽ തന്നെ തൊലി കറക്റ്റ് അങ്ങോട്ട് വരും. അത് മാത്രമല്ല ഇതിന്റെ ഈ സെന്ററിൽ ഒരു പാട പോലെ സംഭവം, അതും കൂടി കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നടു അങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ വാരിയലിൽ കട്ട് ചെയ്ത് കളയാണ്. നിങ്ങൾക്ക് വേണേ വെക്കാം. എന്നൊരു വാരിയലിൽ അതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഈ എല്ല് എനിക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടോ ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. നിങ്ങൾക്ക് വേണേ വെക്കാം. ഓക്കെ, ഇതും നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ എടുക്കാം അല്ലേ. കണ്ടില്ലേ, ബ്രസ്റ്റ് പീസ് സെറ്റ്. നമ്മൾ ബ്രസ്റ്റ് പീസ്, അൽഫാമിന് പറ്റിയ പീസ്, വിങ്സ്. ഇനിയും ചെറുതായി കട്ടണമെങ്കിൽ കറക്റ്റ് തൈൻ്റെ ആ ജോയിന്റ് നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് കാലും തൈയും വേറെ ആയി കിട്ടും. ഇനി തൈ പിന്നെയും കട്ട് ചെയ്യണമെങ്കിൽ തൈൻ്റെ അവിടുന്ന് ഒരു എൽ ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട്. കണ്ടില്ലേ, എവിടെ നിന്ന് കൂടെ സെൻറ്ററായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും കട്ട് ആയി കിട്ടും. വിങ്സും സെയിം പരിപാടി തന്നെ, ജോയിന്റ് അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി, അത് സെറ്റ് ആവും. ബോൺലെസ് പീസ്, ലെഗ്, വിങ്സ്, തൈ സെറ്റ് അല്ലേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇത് ഞാൻ ഇപ്പോൾ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എത്ര വലുപ്പത്തിൽ കട്ട് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ചില്ലിക്കോ എന്ത് കുന്തെങ്കിലൊക്കെ വേണ്ടി കട്ട് ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ, സംഭവം പൊളിയല്ലേ. ഇത്ര എനിക്ക് വേസ്റ്റ് വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ എല്ലൊന്നും ഞാൻ എടുക്കാറില്ല. ഇതിൽ കുറച്ച് വേസ്റ്റ് കൊണ്ട് കളയും. പക്ഷേ ഈ വായിലെ സ്പൈൻ എന്താ വെച്ചാൽ നല്ല ബെസ്റ്റ് അല്ല. അപ്പൊ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്, പൊളിയല്ലേ. സംഭവം എളുപ്പമല്ലേ. അപ്പൊ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്താ പറയുക ഗൈസ്. ഓക്കെ, ബൈ.